दया कर दान भक्ति का हमें परमात्मा देना, दया करना हमारी आत्मा में शुद्धता देना। हमारे ध्यान में आओ प्रभु, आँखों में बस जाओ, अंधेरे दिल में आकर के परम ज्योति जगा देना। बहा दो प्रेम की गंगा, दिलों में प्रेम का सागर, हमें आपस में मिलजुल कर प्रभु रहना सिखा देना। हमारा कर्म हो सेवा, हमारा धर्म हो सेवा, सदा ईमान हो सेवा, वो सेवक चर बना देना। वतन के वास्ते जीना, वतन के वास्ते मरना, वतन पर जान फिदा करना, प्रभु हमको सिखा देना। दया कर दान भक्ति का हमें परमात्मा देना, दया करना हमारी आत्मा में शुद्धता देना। യെസ്, സ്റ്റാർട്ട് ചെയ്യാം സാർ. ബഹുമാന്യായ നമ്മുടെ കോഴിക്കോട് ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ ശ്രീമതി ശ്രീ ധന്യ സുരേഷ് IAS അവർ, നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ വിദ്യാഭ്യാസ ഓഫീസർ പ്രദീപ് സർ, ASC രാമചന്ദ്രൻ സർ, നമ്മുടെ ആംറേഡിയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന അവർ, DC S വസന്തൻ സർ, DCG വിശാല ടീച്ചർ, ജോയിന്റ് സെക്രട്ടറി ഷീന ടീച്ചർ, മറ്റ് ജില്ലയിലെ ഒഫീഷ്യൽസ്, സ്നേഹം നിറഞ്ഞ യൂണിറ്റ് ലീഡേഴ്സ്, ബഹുമാനപ്പെട്ട ആംറേഡിയോ പ്രവർത്തകർ, മറ്റ് എത്രയും സ്നേഹം നിറഞ്ഞ കുട്ടികളെ, നമ്മുടെ 63ാമത്തെ ജാമ്പൂരിയും അതേപോലെ തന്നെ 24ാമത് ജോട്ടിയുമാണ് ജോട്ടിയുടെയും ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിന് നമുക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ബഹുമാനിയായ ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നത് നമ്മുടെ ബഹുമാനിയായ അസിസ്റ്റന്റ് കളക്ടർ ശ്രീമതി ധന്യ സുരേഷ് IAS അവர்களാണ്. അപ്പൊ നമുക്കറിയാം, ജാമ്പൂരി എന്ന് പറഞ്ഞാൽ ലോകത്താകമാനമുള്ള കൗട്ട് ഗൈഡുകളുടെ ആശയവിനിമയം നടക്കുന്ന ഒരു സമ്മേളനമാണ്. അപ്പോൾ അത് നമുക്ക് അറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തി കൂടുതലുള്ള ഒരു സംഭവമാണ്. ഇന്റർനെറ്റിലായാലും എയറിലായാലും ജാമ്പൂരി ഓൺ ദ എയർ എന്നാണ് ജോട്ടയുടെ പൂർണ്ണമായിട്ട് നമ്മൾ പറയുന്നത്. ജാമ്പൂരി ഓൺ ദ ഇന്റർനെറ്റ് എന്നാണ് ജോട്ടി എന്നറിയപ്പെടുന്നത്. ഇത് ലോക സഹോദര സംഘടനയുടെ അംഗങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്താനുള്ള ഒരു വളരെ നല്ലൊരു സുവർണ അവസരമാണ്. ഒക്ടോബർ 16 മുതൽ 18 വരെ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഔപചാരികമായ ജില്ലയിലെ ഉദ്ഘാടനം ഇന്നിവിടെ നിർവഹിക്കുകയാണ്. അപ്പം 1-2 കാര്യങ്ങളൂടെ ഞാൻ നമ്മുടെ ഉദ്ഘാടകയെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം, സാധാരണക്കാരിയായ നമ്മുടെ അയൽ ജില്ലയിലെ വയനാട് തരിയോട് എന്ന സ്ഥലത്ത് നിന്നും ഗ്രാമപ്രദേശത്ത് നിന്ന് IAS നടന്നു കയറിയ നമ്മുടെ അഭിമാനവും ആവേശവും പ്രചോദനവുമായ വ്യക്തിത്വമാണ് നമുക്ക് ഇന്ന് ഇവിടെ ഈ ക്യാമ്പൂരി ഉദ്ഘാടനം ചെയ്യാൻ ലഭിച്ചിരിക്കുന്നത്. അതിലുപരിയായി IAS നേടി ഫസ്റ്റ് പോസ്റ്റിംഗ് നമ്മളെ കൂടെ തന്നെ കോഴിക്കോട് ജില്ലയിലാണ് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. അപ്പൊ കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മേഡത്തിന്റെ ഒരുപാട് തിരക്കുള്ള സമയത്താണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ക്യാമ്പൂരിയുടെ ഔപചാരികമായ ഉദ്ഘാടന വേദിയിലേക്ക് ശ്രീമതി ധന്യ സുരേഷ് IAS അവരുടെ സ്നേഹത്തിന്റെ ആദരവിന്റെ പേരിൽ വേണ്ടി നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ DO സർ, അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് ചീഫ് കമ്മീഷണർ കൂടിയായ കോഴിക്കോടിന്റെ പ്രദീപ് സാറാണ്. സാറിനെയും സ്നേഹത്തിന്റെ പേരിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ ജോട്ടിയുടെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ഡിസ്ട്രിക്ട് ട്രെയിനിങ് കമ്മീഷണർ കൂടിയായ അശോക് സാമുവൽ സർ,
സാറിനെയും ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ. അതേപോലെ തന്നെ അണിയറയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ആം റേഡിയോയുടെ പ്രവർത്തകർ, പിന്നെ വിശാലസ് ടീച്ചർ, സൈഫുദ്ദീൻ സർ, DC SA വസന്തൻ സർ, മറ്റ് ഡിസ്ട്രിക്ട് ഒഫീഷ്യൽസ് എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട DO സർ പ്രദീപ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കോഴിക്കോട് ജില്ലാ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വളരെ വിശിഷ്ടമായ 2 പരിപാടിയുടെ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ ശ്രീധന്യ സുരേഷ് മാഡം IAS നിർവഹിക്കാൻ പോകുന്നത്. വളരെ സന്തോഷമുള്ള ഒരു പരിപാടിയാണ്. ഞാൻ അധ്യക്ഷ പ്രസംഗം പിന്നീട് സംസാരിക്കും. കാരണം മാഡത്തിന് 5 മിനിറ്റ് മാത്രമേ ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ സമയമുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ കോവിഡ് പശ്ചാത്തലത്തിൽ വളരെ തിരക്കിലായിരിക്കും. ഒരേപോലെ തന്നെ ചുരുങ്ങിയൊന്നും പറയാതെ കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല എല്ലാ രംഗത്തും വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ശ്രീധന്യ സുരേഷിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ആദരവോടെ ക്ഷണിക്കട്ടെ. Thank you all. Before going to inauguration, എനിക്ക് ചോട്ട ജമ്പൊരു പ്രോഗ്രാമിനെ പറ്റി ഒന്ന് ബ്രീഫ് ചെയ്ത് കൊള്ളാമെന്നുണ്ട്. To be frank, I am not aware of this program. Yes. So, എന്താണ് പ്രോഗ്രാം ഒന്ന് ബ്രീഫ് ചെയ്താൽ ഒരു അശോക് ഒന്ന് അതിനെപ്പറ്റി ഒന്ന് വിവരണം കൊടുക്കും. തീർച്ചയായും. മാഡം, നമ്മുടെ ജോട്ട എന്ന് പറയുന്നത് ജാംബൂരി ഓൺ ദി എയർ എന്നുള്ളതാണ്. അത് ഹാം റേഡിയോ ഉപയോഗിച്ചിട്ടാണ് അത് നമ്മുടെ പരിപാടി നടത്തുന്നത്. അതുപോലെ തന്നെ ജാംബൂരി ഓൺ ദി ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ജോട്ടി എന്ന് പറയും. നമ്മൾ ഇതുവരെ ആയിട്ട് എല്ലാ വർഷങ്ങളിലും ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സ്, ഇവിടെ കാലിക്കറ്റ് ഹാംസ് ഉണ്ട്, കാലിക്കറ്റ് ഹാംസിന്റെ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ജോട്ട നടത്താറുള്ളത്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടും യൂണിറ്റുകളായിട്ടും അവരുടെ ലഭ്യമായ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ഉപയോഗിച്ച് സ്കൂളുകളിൽ നിന്ന് ജോട്ടിയിലും പങ്കെടുക്കാറുണ്ട്. ഈ വർഷം കൊറോണയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇതെല്ലാം തന്നെ വെർച്വൽ ആയിട്ടാണ് നടത്തുന്നത്. കുട്ടികളെല്ലാം തന്നെ വീട്ടിലാണുള്ളത്. ഹാം റേഡിയോയുടെ ജോട്ടയുടെ കാര്യങ്ങൾ നമ്മൾ ഇതേപോലെ തന്നെ ഗൂഗിൾ മീറ്റ് വഴി നമുക്ക് ജോട്ട മറ്റ് രാജ്യത്തുള്ള സ്കൗട്ട് സ്റ്റേഷൻസുമായി കോണ്ടാക്ട് ചെയ്യുവാനും അവിടെ അതുവഴി കമ്മ്യൂണിക്കേഷൻ പ്രോത്സാഹിപ്പിക്കാനും ഈ 2 ദിവസമാണ് ലോകത്തെമ്പാടും സാധ്യമാകുന്നത്. ഓക്കെ, താങ്ക് യു മാഡം. ഓക്കെ, ശരി. എല്ലാവർക്കും നമസ്കാരം. ഇതിന്റെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഭാരവാഹികൾ, യൂണിറ്റ് ഹെഡ്സ്, പിന്നെ നമ്മുടെ എല്ലാം തന്നെ കാഡറ്റ്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും അറിയാം, കോവിഡ് ടൈമിൽ വളരെ അൺഫോർച്ചുനേറ്റ് ടൈമാണ് ഇത്. നമ്മൾ ഇങ്ങനെ ഒരു മീൻസ് ഇങ്ങനെ ഒരു ലോക്ക്ഡൌൺ എക്സ്പീരിയൻസ് ഒന്നും നമ്മുടെ ലൈഫിൽ മുമ്പൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സോ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മുടെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ചേഞ്ച് ആയി, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആയി, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാം തന്നെ ചേഞ്ച് ആയി. സോ ഈ ഒരു ചേഞ്ച് ആയ ഈ ഒരു സമയത്തും ആ ഒരു എല്ലാ വർഷവും തുടർന്നു കൊണ്ടിരുന്ന പ്രോഗ്രാംസ് മുൻപ് അത് ഫിസിക്കലി നടക്കുന്നു, ഇപ്പോഴത് ജസ്റ്റ് അതിന്റെ ഡിജിറ്റൽ വേർഷനിലേക്ക് മാറി എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ ആ പ്രോഗ്രാമിന്റെ അന്തസത്തയ്ക്കോ അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ ക്ലാരിറ്റിക്കോ യാതൊരു കുറവും ഇവിടെ സംഭവിക്കുന്നില്ല. മാത്രമല്ല, പഴയതിനേക്കാൾ കൂടുതൽ എല്ലാവർക്കും കംഫർട്ട് ആയിട്ട് തന്നെ എവിടെയാണോ അവരെ വിരിക്കുന്നത് അവിടുന്ന് തന്നെ നമുക്ക് ലോകത്തിലെ എവിടെയുമുള്ള ആളുകളായിട്ട് ജസ്റ്റ് ഒരു ഫിംഗർ ടിപ്പിലൂടെ നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈലിലൂടെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പം നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിന് COVID-19 കൊണ്ട് കിട്ടിയിരിക്കുന്നത്. അതിനു മുമ്പ് ഫിസിക്കലായിരുന്നു, ഇപ്പൊ അത് നേരെ ഡിജിറ്റൽ വേർഷനിലേക്ക് ചേഞ്ച് ചെയ്തു. ഇവിടെ കൂടിയിട്ടുള്ള നമ്മുടെ എല്ലാ ഭാരവാഹികളോടും അതേപോലെ തന്നെ NCC കാഡറ്റ്സ് എല്ലാവരും, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എല്ലാവരോടും കൂടെ തന്നെ പറയാനുള്ളത്, മാറുന്ന ആ ഒരു നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് തന്നെ നമ്മുടെ സിസ്റ്റവും എല്ലാം തന്നെ മാറേണ്ടതുണ്ട്. സോ അങ്ങനെ ഒരു മാറ്റം താങ്കൾ എല്ലാവരും തന്നെ ആക്സെപ്റ്റ് ചെയ്തു എന്നതിനുള്ള തെളിവാണ് നമ്മൾ ഓൺലൈനായിട്ട് ഇന്ന് ചോട്ടാ ജമ്പൂരി പ്രോഗ്രാംസ് ഇവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ആദ്യമേ തന്നെ ഇതിന്റെ ഓർഗനൈസേഴ്സിന് എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ. ഫസ്റ്റ് ടൈമാണ് ഞാൻ സ്കൗട്ടിന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ഈവൻ ദ സ്കൂൾ ഡേയ്സിൽ ഞാൻ ജോയിൻ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട്, ഗൈഡ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് 1 വീക്ക് ട്രെയിനിങ്ങിന് പോയി.
ഈ പ്രയർ ഒക്കെ കാണാപ്പാടം പഠിച്ചു, ബാക്കി കുറച്ച് ടയർ ആക്ടിങ്സ് ഒക്കെ പഠിച്ച ശേഷം അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ തിരിച്ച് ആ ഒരു ഗൈഡിൽ നിന്ന് ഒഴിവായി വന്ന ഒരാളാണ്. സോ എപ്പോഴും പക്ഷെ അതുകൊണ്ട് തന്നെ സ്കൂൾ പ്രോഗ്രാംസിലൊക്കെ തന്നെ ബാക്കിയുള്ള ക്രൗഡ് കൺട്രോളിങ്ങും ബാക്കിയുള്ള സോഷ്യൽ ആക്ടിവിറ്റീസ് മാത്രമല്ല മിക്ക പ്രോഗ്രാംസിൽ ലീഡ് ചെയ്തത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ ഭാഗമായ കുട്ടികളായിരിക്കും. സോ ഞാൻ അവരുടെ സ്പെഷ്യൽ യൂണിഫോം, ക്യാപ് പ്ലസ് അവരുടെ സ്കാർഫ്, എവറിത്തിങ് അത് വെരി വെൽ നീറ്റ് ആയിട്ടാണ് അവർ യൂണിഫോം ചെയ്തിട്ട് അവരൊരു സ്റ്റേജിലേക്ക് വരുമ്പോ തന്നെ ആരായാലും അവരെ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യും. അത്ര ഡിസിപ്ലിൻഡ് ആയിട്ട്, അത്രയും ഓർഗനൈസ്ഡ് ആയിട്ട്, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു കോപ്പറേറ്റീവ് മെന്റാലിറ്റി അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക പ്ലസ് പേഴ്സണൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ സ്കൗട്ടും ഗൈഡ്സ് ഒക്കെ ചെയ്യുമ്പോൾ നോർമലി അതിൽ ഒരു മെന്റലി അല്ലെങ്കിൽ സോഷ്യലി ആ കുട്ടികൾ ഉണ്ടാകുന്ന പോസിറ്റീവ് ഇമ്പാക്ട് വളരെ വലുതാണ്. വേറൊരു കുട്ടി ഒരു നോർമൽ സ്കൂളിലേക്ക് വരുന്ന കുട്ടികളെക്കാളും കൂടുതൽ റെക്കഗ്നേഷൻ ഈ കുട്ടികൾക്ക് കിട്ടുന്നു മാത്രമല്ല സോഷ്യൽ കമ്മിറ്റ്മെന്റ് വളരെ കൂടുതലാണ്. മറ്റുള്ള സൊസൈറ്റിനോട് ഇവർ ഇന്ററാക്ട് ചെയ്യുന്ന രീതിയും വളരെ വളരെ വ്യത്യസ്തമാണ് ഒക്കെയുള്ള ഒരു നോർമൽ സ്റ്റുഡൻസിന് വെച്ചിട്ട്. വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഈ സിസ്റ്റം ഇതിന്റെ ഫൗണ്ടർ സംതിങ് ബെയ്ഡ് എന്നാണ് തോന്നുന്നത്. എനിക്കത് കൃത്യമായിട്ട് അറിയില്ല. ബട്ട് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഞാനതൊക്കെ പഠിച്ചിരുന്നു. പിന്നെയാണ് ഞാൻ അതൊന്ന് വിത്ഡ്രോ ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇന്നും യൂണിഫോം ഇട്ട് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വരുമ്പോൾ വളരെ ആരാധനയോടെ തന്നെയാണ് ഇന്നും ഞാൻ നോക്കുള്ളൂ. അന്നും ഞാൻ വളരെ ആരാധനയോടെയായിരുന്നു നോക്കിയിരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞില്ല. സോ ഇതാണ് ആ ഒരു മധുര പ്രതികാരം എന്നൊക്കെ പറയുന്ന പോലെ അന്ന് ജോയിൻ ചെയ്യാൻ കഴിയാത്ത ഒരു പ്രോഗ്രാമിന്റെ ഈ വർഷത്തിൽ ജോട്ട പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആക്ച്വലി അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. നമ്മുടെ കാഡറ്റ്സുകൾ, എന്നെ ശ്രമിക്കുന്ന ഒരുപാട് കാഡറ്റ്സുകൾ ഉണ്ടാവും. ദീർഘിപ്പിക്കുന്നില്ല ഞാൻ ഒരുപാട്. പക്ഷെ ആ സ്റ്റുഡൻസിനോടും ബാക്കിയുള്ളവരോടും പറയുന്ന കുറച്ചൊരു കാര്യങ്ങള് എന്തായാലും നിങ്ങളുടെ ഉള്ളിൽ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആൻഡ് മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ഒരു മൈൻഡ് ഉള്ളത് കൊണ്ടാണ് തീർച്ചയായും സ്കൗട്ട്സ് അല്ലെങ്കിൽ സ്കൗട്ട് ഗൈഡിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. സോ ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആൻഡ് ആ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ പാറ്റേൺ, ആ ഒരു ലൈഫ് സ്റ്റൈൽ എല്ലാം തന്നെ ഒരു ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കട്ടെ. കൂടാതെ ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് വോണ്ട് ഫൈൻഡ് യു, വി ഹാവ് ടു ഫൈൻഡ് ഓപ്പർച്യൂണിറ്റീസ്. സോ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് താങ്കൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തീർച്ചയായും അത് നമ്മുടെ സൊസൈറ്റിന്റെ ബെനിഫിറ്റ്സിന് വേണ്ടി യൂസ് ചെയ്യണം. നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ സൊസൈറ്റി, നിങ്ങളുടെ ബെനിഫിറ്റിനോടൊപ്പം തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ളവരിലേക്കും കൂടി ആ ഒരു പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ എത്തിക്കാൻ കഴിയുമ്പോഴാണ് ആസ് എ ഹ്യൂമൻ നമ്മുടെ ലൈഫ് ഒരു വർത്ത് ഇനഫ് ആവുന്നത്. സോ അതിനുള്ള എല്ലാ കപ്പാസിറ്റിയും ഉള്ളവരാണ് നമ്മുടെ എൻസിസി കാഡറ്റ്സ് എല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു ഓപ്പർച്യൂണിറ്റി ചൂസ് ചെയ്ത് മുന്നോട്ട് വന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു നിങ്ങളുടെ ആ ഒരു സഹകരണ മനോഭാവവും ആ ഒരു പേഴ്സണൽ ഡിസിപ്ലിനും എപ്പോഴും കീപ്പ് ചെയ്യുക. നിങ്ങളുടെ ഒപ്പം തന്നെ നിങ്ങളുടെ കൂടെയുള്ള സൊസൈറ്റിക്കും കൂടി അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്ന രീതിയിൽ വർക്ക് ചെയ്യാം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടുമായിട്ടും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. എസ്പെഷ്യലി കുട്ടികൾ അവരുടെ ഭാവിയിലെ ഉന്നമനത്തിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും തന്നെ പ്രയത്നിക്കുന്നത്. നല്ലൊരു ജനറേഷൻ അല്ലെങ്കിൽ നല്ലൊരു രാജ്യം വാർത്തെടുക്കുക എന്നുള്ളത് ഇന്നത്തെ യങ്ങസ്റ്റ് ജനറേഷനിലൂടെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. സോ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും നമ്മൾ എടുക്കുന്ന പോളിസികളും ഒക്കെ തന്നെ ലോങ് ടേമിൽ എങ്ങനെ ഇമ്പാക്ട് ചെയ്യും എന്ന് ഓർത്തിട്ട് വേണം നിങ്ങൾ ഓരോ ഡിസിഷനും എടുക്കേണ്ടത്. നിങ്ങൾക്കൊപ്പം തന്നെ നിങ്ങളുടെ സൊസൈറ്റിയും കൂടി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു വലിയൊരു മെന്റാലിറ്റി നിങ്ങൾ ഇനി വളർന്നു വരട്ടെ. അങ്ങനെ ഒരു മെന്റാലിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് കൊണ്ട് എനിക്ക് വളരെ സന്തോഷം തന്നെയാണ്. എന്തായാലും ഈ വർഷത്തെ പറഞ്ഞതുപോലെ വർഷത്തിൽ 2 days ആണ് ഹാൻഡ് റൈഡിംഗ് യൂസ് ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എല്ലാവരും തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇത്തവണ ഫിസിക്കലി പറ്റാത്തതുകൊണ്ട് ഒരു ഓൺലൈൻ സ്റ്റേഷനിലേക്ക് നമ്മൾ എല്ലാവരും മാറി. ഈ ഒരു അവസരത്തിൽ കാലിക്കറ്റ് ജില്ലയിലെ ഈ ഒരു ഒരു പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തതായിട്ട് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുന്നു. ഇതിന്റെ ഭാരവാഹികൾക്കും ഇതിന്റെ ഭാഗമായ എല്ലാ കാഡറ്റ്സുകൾക്കും എന്റെ അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്. താങ്ക് യു. താങ്ക് യു മാഡം. നമ്മുടെ ഈ വർഷത്തെ പരിപാടികളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ശ്രീധന്യ മാഡം ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.
മാഡത്തിന് കോഴിക്കോട് ജില്ലാ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നന്ദി അറിയിക്കുകയാണ്. നമുക്ക് തുടരാൻ തോന്നുന്നു സാറേ? താങ്കൾ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്തോളൂ, ഞാൻ ലീവ് ചെയ്തോളൂ. ഓക്കെ മാഡം, ഓക്കെ മാഡം, ഓക്കെ. താങ്ക് യു മാഡം. നമ്മുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 63ാമത് ജംബൂരി ഓൺ ദി എയർ ജോട്ട, അതുപോലെ 24ാമത് ജംബൂരി ഓൺ ദി ഇന്റർനെറ്റ്, 2 പരിപാടികളുടെ ഉദ്ഘാടനമാണ് നമ്മൾ ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ബിജു സാർ പറഞ്ഞു കഴിഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 7 മാസക്കാലമായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ, ഒരിക്കലും പരിചിതമല്ലാത്ത ഒരു കാലത്തിലൂടെയാണ്. പക്ഷെ ഈ 2 പ്രോഗ്രാം, അത് ഹോം റേഡിയോ ആയാലും അതുപോലെ ഇന്റർനെറ്റ് ആയാലും, ഇത് 2 ഉപയോഗിച്ചുകൊണ്ടുള്ള ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ആളുകൾക്കും നമ്മൾ സ്കൗട്ട് ആൻഡ് ഗൈഡുകൾക്ക് സംവദിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ അശോക് സാമുൽ സാർ, ഇതിന്റെ ജില്ലാ കോർഡിനേറ്റർ അശോക് സാമുൽ സാർ ഉണ്ട്, അതുപോലെ രാമചന്ദ്ര സാർ ഉണ്ട്, അതുപോലെ സനൽ ദീപ് ഉണ്ട്, അതുപോലെ ഷീന ക്ലാര ഉണ്ട്, അതുപോലെ നമ്മുടെ എല്ലാത്തിന്റെയും പിന്നിലുള്ള വസന്തൻ സാറിനെ പോലെ വിചാരാഷ് ടീച്ചർ പോലുള്ള ആളുകളൊക്കെ ഈ ഒരു പരിപാടിയിലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത്, നിങ്ങളുടെ ഈ വർഷത്തെ ഒരുവിധം സ്കൗട്ടിന്റെ എല്ലാ പരിപാടിയിലെയും എന്നെ നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സമയമായതുകൊണ്ട് എനിക്കത് പങ്കെടുക്കാനും വലിയ സന്തോഷവും ഉണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, വളരെ വിപ്ലവകരമായ ഒരു മാറ്റമാണ് ഈ ഡിജിറ്റൽ രംഗത്ത് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ അത് ഇത്ര നേരത്തെ പ്രതീക്ഷിച്ചില്ല നമുക്ക് ഇത്ര പെട്ടെന്ന് ഇതൊക്കെ കൈമുതലാക്കാൻ പറ്റുള്ളൂ. ഒരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ അതിനെയൊക്കെ തന്നെ പെട്ടെന്ന് ഏറ്റെടുത്തിരിക്കുകയാണ്, നമ്മൾ അതിനെ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇവിടെ ഈ ഒരു സംഭവം നമ്മൾ നടത്തുമ്പോൾ, അല്ലെ ഒരു ഞൊടിയുടെ കൊണ്ട് ലോകത്തിന്റെ അപ്പുറത്തുള്ള ആളുകളോട് നമുക്കൊക്കെ സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതൊന്ന് പഠിക്കാനൊക്കെ പറ്റും. അപ്പൊ ഈ ഞൊടിയുടെ കൊണ്ട് അകലങ്ങളിൽ നിന്ന് നമുക്ക് ഇതൊക്കെ സ്വായത്തമാക്കാൻ കഴിയുമ്പോൾ തന്നെ ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധം കുറയാതെ പോകുന്നതായിരിക്കണം നമ്മളുടെ എന്ത് കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മാഡം പറഞ്ഞതുപോലെ എനിക്കുള്ള ചെറിയ അറിവ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് വളരെ നല്ലൊരു, കാരണം വിദേശ രാജ്യത്തുള്ള കുട്ടികളുമായിട്ടൊക്കെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഭാഷാഭേദമന്യേ സംസാരിക്കാനും അവരുടെ അറിവുകൾ പങ്കിടാനും പറ്റുന്ന ഒരു അവസരമായിട്ടാണ് ഞാൻ ഇതിന് മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. ഇതിന് എല്ലാവിധ ഭാവങ്ങളിൽ നിന്ന് നേർന്നുകൊണ്ട് അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു പരിപാടിയെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടി അശോക് സാമുവൽ സാറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു സർ. കോഴിക്കോട് ജില്ലാ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ആഭിമുഖ്യത്തിൽ ലോകതലത്തിൽ നടത്തുന്ന ജാംബൂരി ഓൺ ദി എയർ ഹാം റേഡിയോ ഉപയോഗിച്ചും ജാംബൂരി ഓൺ ദി ഇൻ്റർനെറ്റ് ഉപയോഗിച്ചും നടത്തുന്ന പരിപാടികൾ 2006 മുതൽ നടത്തി വരുന്നതാണ്. 2006 തളി സാമൂതിരി സ്കൂളിൽ, 2007 ചേവായൂർ AUP സ്കൂളിൽ വെച്ച് നടത്തിയിരുന്നു. അതിനുശേഷം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം 2017 മുതൽ തുടർച്ചയായി നമ്മൾ നടത്തി വരുന്നുണ്ട്. എല്ലാ വർഷവും ഈ ജാംബൂരി ഓൺ ദി എയർ എന്നുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കാലിക്കറ്റ് ഹാംസ്, ഒരുപാട് ഹാം റേഡിയോ ഓപ്പറേറ്റർമാരുടെ സഹായത്തോടു കൂടിയാണ്. ഹാം റേഡിയോ സ്റ്റേഷൻ നമുക്ക് സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാം റേഡിയോ ഓപ്പറേറ്റർമാർ നമ്മൾക്ക് കൂടിയേ തീരും. അവരുടെ വിലപിടിപ്പുള്ള ഹാം റേഡിയോ എക്യുപ്മെൻറ്റ്സ്, വിലപിടിപ്പുള്ള ഹാം റേഡിയോയുടെ ആൻറ്റിനകൾ എല്ലാം തന്നെ എടുത്തുകൊണ്ട് വന്ന് അവരവരുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് നമ്മൾ പറയുന്ന സ്റ്റേഷനിലേക്ക് വെച്ച് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി 2 ദിവസം ക്ഷമയോടെ എല്ലാ സ്റ്റേഷനുകളും വർക്ക് ചെയ്ത് നമ്മുടെ കുട്ടികളോടൊപ്പം ഇരുന്ന് പ്രവർത്തിക്കുകയായിരുന്നു ഇത്രയും വർഷക്കാലം ചെയ്തിരുന്നത്. അത് തുടർന്ന് ഈ വർഷം കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഓൺലൈനിൽ വിർച്വലായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കൗട്ടിൻ്റെ ജില്ലാ ഭാരവാഹികളോടൊപ്പം തന്നെ നമ്മുടെ കാലിക്കറ്റ് ഹാംസിലെ സീനിയർ ഹാം ശ്രീ സനിൽദീപ് VU3 SIO, അതാണ് നമ്മുടെ കോൾ സൈൻ. ഓരോ ഹാം റേഡിയോ ഓപ്പറേറ്റർക്കും ഓരോ കോൾ സൈൻ ഉണ്ട്. VU3 SIO എന്നുള്ളതാണ് സാറിൻ്റെ കോൾ സൈൻ. അതുപോലെ തന്നെ നമ്മൾ ഇതിന് നേതൃത്വം നൽകുന്ന VU2 ATB സുനിൽ, അതുപോലെ തന്നെ VU3 വിസ്കി എക്കോ വിസ്കി ആദർശ്, VU3 OQE സുനിൽകുമാർ തുടങ്ങിയ ഹാംസ്, ഒരുപാട് ഹാം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഹാംസ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ രണ്ടാമത്തെ ഭാഗമായ ജോട്ടി എന്ന് പറയുന്നത്, സാധാരണ സ്കൂളുകളിൽ നമ്മൾ
കമ്പ്യൂട്ടർ ലാബ് ഉപയോഗിച്ച് 2 ദിവസത്തെ ക്യാമ്പൊക്കെയായി നൈറ്റ് ക്യാമ്പിലൂടെയൊക്കെ നമ്മൾ സ്കൈപ്പ് വഴി ഒരുപാട് വിദേശ കമ്മ്യൂണിക്കേഷനും കോണ്ടാക്ട്സും നടത്താറുണ്ട്. ഈ വർഷം ആ ഒരു ഗ്രൂപ്പ് പരിപാടി എന്നുള്ളത് നടത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇൻഡിവിജ്വലായിട്ട് നമ്മുടെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഏകദേശം 456ഓളം സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവരെല്ലാം തന്നെ വ്യക്തിഗതമായി ഈ ജോട്ടി പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയാണ് തുടങ്ങിയത്. 16, 17, 18 തീയതികളിലാണ് ജോട്ട ജോട്ടി നടത്തുന്നത്. എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിലെ 3-ാമത്തെ വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച ഇത് ഫിക്സ്ഡ് ആണ്. ഈ ദിവസങ്ങളിലാണ് ജോട്ട ജോട്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് 2006 മുതൽ നമ്മുടെ കാലിക്കറ്റ് ഹാംസിൻ്റെ ഒപ്പം കാലിക്കറ്റ് ഹാംസിൻ്റെ പ്രമുഖ ഹാമും നമ്മുടെ എന്താ പറയുക ഫ്രണ്ട് ഓഫ് സ്കൗട്ടിംഗ് എന്ന് പറയുന്ന VU3 MTY അഷ്റഫ് AT അദ്ദേഹം ഇത്രയും വർഷങ്ങൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഈ വർഷം അദ്ദേഹം നമ്മോടൊപ്പം ഇല്ല. നിങ്ങൾ പത്രത്തിലെല്ലാം കണ്ടു കാണുന്നുണ്ടാവും. അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ജോട്ട പ്രവർത്തനങ്ങൾക്ക് ഉപരിയായിട്ട് ഹാമിൻ്റെ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വീട് കാപ്പാടാണ്. ഈ ഒരു കൊറോണ കാലത്ത് പരമാവധി ആളുകൾക്ക് മരുന്ന് എത്തിക്കുവാനും അതുപോലെ തന്നെ സിവിൽ ഡിഫൻസിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്ന ആ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള നമ്മളെ അനുശോചന പ്രമേയവും ഈ അവസരത്തിൽ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒന്ന് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ബിജു സാറെ കാണാമോ? ഇല്ല ഇല്ല സാർ, പ്രസന്റ് ആയില്ല. അശോക് സാർ ഷെയർ വിൻഡോ കൊടുത്താൽ മതി. ഷെയർ വിൻഡോ എന്നിട്ട് ആ ഫോട്ടോന്റെ വിൻഡോ സെലക്ട് ചെയ്യാം. ഇപ്പൊ കാണുന്നുണ്ടോ സാറേ? ഇല്ല ഇല്ല സാർ. യെസ്, ഞാൻ ഇതുവരെ പറഞ്ഞത് VU3 MTY അഷ്റഫ് AT നമ്മുടെ സ്കൗട്ടിൻ്റെ പ്രത്യേകിച്ച് ജോട്ടയുടെ ഒരു സുഹൃത്തായിരുന്നു. ആ നല്ല സുഹൃത്ത് ഇനി നമ്മോടൊപ്പം ഇല്ല. നമുക്ക് 1 മിനിറ്റ് നേരം അദ്ദേഹത്തിന് വേണ്ടി മൗനം ആചരിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ സാർ. ഓക്കെ. സാർ അടുത്തായിട്ട് രാമേന്ദ്രൻ സാർ ഉണ്ടെന്നോ? ബിജു മാഷ്, പ്രദീപ് സാറുണ്ട്. ഉണ്ട്. ഓക്കെ, ഹലോ ഹലോ. ഓക്കെ സാർ, അടുത്തത് നമുക്ക് ഈ ചടങ്ങിന്റെ ആശംസകൾ അർപ്പിക്കുന്നതാണ്. M രാമചന്ദ്രൻ സാറുണ്ട്. സാറ് ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കും. ഹലോ രാമചന്ദ്രൻ സാറേ. ആദരണീയായ അസിസ്റ്റന്റ് കളക്ടർ, നമ്മുടെ ഡിസ്ട്രിക്ട് ചീഫ് കമ്മീഷണർ കൂടിയായ DO സർ,
ഡിസ്ട്രിക്ട് കമ്മീഷണർ വസന്തൻ സാർ, വിശാലാക്ഷി ടീച്ചർ, ജില്ലാ സെക്രട്ടറി ബിജു മാസ്റ്റർ, അശോക് സാമുൽ, വിമല ടീച്ചർ, സൈഫുദ്ദീൻ, DOCG, മറ്റ് ഭാരവാഹികളെ. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സന്ദർഭത്തിൽ ആദ്യം ഓർത്തു പോകുന്നത് അഷ്റഫ് സാറിനെയാണ്. അഷ്റഫ് സാറ് ഈ രംഗത്ത് അതേപോലെ തന്നെ സന്നദ്ധ സേവാ സംഘത്തും എല്ലാ മേഖലകളിലും കഴിഞ്ഞ പ്രളയത്തിലൊക്കെ തന്നെ നിറഞ്ഞു നിന്ന ഒരു സാന്നിധ്യമായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തെ ആദരിച്ചതിലും അദ്ദേഹത്തെ ഓർത്തതിലും വളരെയേറെ സന്തോഷമുണ്ട്. ഈ മേഖലകളിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട്. പ്രത്യേകിച്ച് അശോക് സാമുൽ സാർ. അപ്പോൾ അത് കോഴിക്കോട്ട് നമ്മുടെ ഈ റീജിയനിൽ തന്നെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ജില്ലകളുടെ നിരയിൽ ജില്ലയുണ്ട് എന്നറിയിക്കുന്നതിന് വളരെയേറെ സന്തോഷമുണ്ട്. സാധാരണ നിലയിൽ 1-2 ദിവസങ്ങളിൽ സ്കൂളിൽ താമസിച്ച് വളരെ ആവേശത്തോടു കൂടി കുട്ടികൾ മടങ്ങിപ്പോകുന്നൊരു രംഗം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഈ COVID-19 ദുരിതം കാരണം ഒക്കെ വെർച്വലായിട്ട് നടത്തേണ്ട ഒരവസ്ഥയുണ്ട്. എന്തായാലും ഈ കാലഘട്ടത്തിനെയും അതിജീവിക്കാൻ ചില പുതിയ പദ്ധതികൾ നമ്മൾ ഇടുകയും അതിൽ വിജയിക്കുകയും ചെയ്തതിൽ നിങ്ങൾ ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നു. ഈ പരിപാടി പോട്ടെ. ഈ എല്ലാ അഷ്റഫ് സാർ സംസാരിക്കുന്നതിന് വേണ്ടി സനദ്ദീപ് സാറിനെ ക്ഷണിക്കുന്നു. സനദ്ദീപ് സാർ. ഹലോ, കിട്ടുന്നുണ്ടോ ഓഡിയോ? ഹലോ, അഷ്റഫ് സാറേ അത് മ്യൂട്ട് ചെയ്യൂ. അഷ്റഫ് KC ആ മൈക്ക് മ്യൂട്ട് ചെയ്യൂ. നമ്മൾ ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് കളക്ടർ ശ്രീ ധന്യ സുരേഷ്, തന്നെ ശ്രീ വസന്തൻ, വിശാലക്ഷി, അതുപോലെ ബിജു, അതുപോലെ തന്നെ മറ്റു വിദ്യാർത്ഥികൾ നമ്മുടെ സംഘടനകളെ മാത്രമല്ല 20 ലക്ഷത്തോളം ഏകദേശം 150-ലധികം രാജ്യങ്ങളിൽ നിന്ന് ഇന്റർനെറ്റ് വഴിയും അമേച്ചറുടെ വഴിയും നടത്തുന്ന ദിവസമാണ്. നമ്മുടെ 63ാമത്തെ ജോട്ടി, 24ാമത്തെ ജോട്ടിയാണ്. ഇവിടെ കോഴിക്കോട് എന്റെ ഓർമ്മ ചെയ്യാൻ ഏകദേശം 1990-ലാണ് ഞാൻ ആദ്യമായിട്ടുള്ള ഒരു ജോട്ടി പങ്കെടുക്കുന്നത്. കോഴിക്കോട് നമ്മുടെ സെന്റ് ജോസഫ് ഹൈസ്കൂൾ. അതിനുശേഷം എനിക്ക് ഏകദേശം ഒരു 7-8 ജോട്ടി ജാമ്പൂരി പ്രോഗ്രാമുകൾ ഉണ്ടായിട്ടുണ്ട്. വളരെ നല്ല അവസരമാണ് നമ്മൾ കോൺസെൻട്രേഷന്റെ ഇവിടെ ഡിസ്ട്രിക്ട് കമ്മീഷൻ ചെയ്തു കൊടുക്കുന്നത്. റേഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പല ആൾക്കാരും അത് അറിഞ്ഞിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ട് അതിന്റെ എന്താണെന്നുള്ള ഡെമോൺസ്ട്രേഷൻ ഒന്നും ആരും ശരി കണ്ടില്ല. ചെറിയ പ്രോഗ്രാമൊക്കെ നടത്തും, പക്ഷെ അത് കുറച്ച് കഴിഞ്ഞ പിന്നെ കാര്യങ്ങളൊക്കെ മറന്നു പോകും. നമ്മൾ ഈ കോവിഡിന്റെ കാലത്ത് തന്നെ ഇപ്പം ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ പറ്റി വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും കുട്ടികൾക്ക് ഈ കോൺസെൻട്രേഷൻ വളരെ ഉപകാരമായ പല കാര്യങ്ങളുണ്ട്. നമ്മളുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് ആശയവിനിമയം നടത്തുവാനും ടെക്നിക്കലായിട്ടും സയന്റിഫിക്കലും പല കാര്യങ്ങളും നമുക്ക് ഇതിൽ ചർച്ച ചെയ്യുന്നു. കോഴിക്കോട് നമുക്ക് അതുപോലെ തന്നെ കോഴിക്കോട് ഡിസ്ട്രിക്ട് വളരെ നല്ലൊരു അവസരമാണ് ഇപ്പോൾ ഒരുക്കി കൊടുത്തിട്ടുള്ളത്. നമ്മളെ ഈ വിനോദ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഹലോ അതൊന്ന് മ്യൂട്ട് ചെയ്യോ സൗണ്ട് ഇവിടെ നമ്മുടെ അതുപോലെ തന്നെ കോഴിക്കോട് ആവശ്യത്തിന് വേണ്ടി എല്ലാവിധ ആശംസയും നേരിടുകൊള്ളുന്നു.
ഇതൊരു നല്ല ഒന്നിച്ച വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ബിജു സാറേ, ഇനി വേറെ ഞാൻ വസന്ത് സാറിനോട്ട് കൊടുത്താലോ? ബിജു സാറെ കേൾക്കാമോ? ഏതായാലും നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ഭാരത് സ്കൗട്ടിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ നല്ല രീതിയിലാണ് ഈ കോവിഡ് കാലത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കൂടുതൽ കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യാനുണ്ടാവും വിചാരിക്കുന്നു. ഞാൻ എന്റെ സുഹൃത്തു കൂടിയായ വസന്തൻ സാറിനെ ഈ അധ്യക്ഷ ആപത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് തൽക്കാലം ഈ മീറ്റിംഗിൽ ഞാൻ ഇറങ്ങുകയാണ്. എല്ലാ സ്നേഹത്തിനും സാറേ. ഒരുപാട് നന്ദി. ആരംഭിക്കട്ടെ. ഇനിയിപ്പോ ബഹുമാനിയായ ഉദ്ഘാടക, കോഴിക്കോട് അസിസ്റ്റന്റ് കലക്ടർ ശ്രീധന്യ മേഡം, അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയില് അധ്യക്ഷം വഹിച്ച, നമ്മുടെ എല്ലാ പരിപാടികളിലും മീറ്റിങ്ങുകളിലും ഒക്കെ തന്നെ നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തരുന്ന നമ്മുടെ ബഹുമാന്യനായ DO പ്രദീപ് സാർ, അതുപോലെ തന്നെ നമ്മുടെ രാമേന്ദ്രൻ സാറ്, എല്ലാ കാര്യങ്ങളിലും കോഴിക്കോട് ജില്ലയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് എപ്പോഴും വിളിച്ചാലും എന്ത് കാര്യത്തിന് വേണമെങ്കിലും സംശയ നിവാരണത്തിനും അതുപോലെ തന്നെ അസിസ്റ്റ് ചെയ്യാനും എല്ലാ കാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധയുള്ള നമ്മുടെ രാമേന്ദ്രൻ സാറ്, അതുപോലെ തന്നെ നമ്മുടെ DC G വിശാലാക്ഷി ടീച്ചർ, പിന്നെ നമ്മുടെ മുഖ്യ അതിഥികളായിട്ട് നമ്മളെ ആശംസകളും അതുപോലെ കാര്യങ്ങളും പറഞ്ഞ പ്രമുഖരായിട്ടുള്ള സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഭാരവാഹികൾ എല്ലാവരെയും ഒരു സന്തോഷത്തിന്റെ ഒരു ദിനത്തിലേക്കാണ് നമ്മളിപ്പം ഇന്നത്തെ ദിവസം. ജോട്ടാ ജോട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ രാമേന്ദ്രൻ മാഷ് പറഞ്ഞ പോലെ 2 ദിവസമൊക്കെ നമ്മൾ തങ്ങിയിട്ട് ഒരു സ്കൂളുകളിൽ ക്യാമ്പ് ചെയ്ത് അവിടെ വെച്ചിട്ട് നടത്തുന്ന ഒരു പരിപാടി വിർച്വലായിട്ട് ആകുമ്പോൾ അതിൻ്റെതായ ഒരു പരിമിതിയിലേക്ക് വരുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് ലോക തലത്തിലെ എല്ലാ സ്കൗട്ട് ഗൈഡ് വിദ്യാർത്ഥികളുമായിട്ട് സംവാദിക്കാനുള്ള ഒരു അവസരം നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നത് ഏറ്റവും നമുക്ക് ഒരു സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. അതിനുവേണ്ടി ഏറ്റവും അധികം ശ്രദ്ധയും അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു DTC ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള ശ്രീ അശോകൻ സാറ്. എല്ലാ വർഷവും അശോകൻ സാറ് പിന്നെ ഈ ഒരു കാര്യത്തിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്നതും അതിന്റെ എല്ലാ കാര്യങ്ങളിലും പിന്നെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നതുമായിട്ടാണ് കണ്ടുവരാറ്. പക്ഷെ ഈ വർഷം ഇത്രയൊക്കെ പരിമിതി ഉണ്ടായിട്ടും നമ്മുടെ ഈ ചോട്ടാ ചോട്ടാ പരിപാടി വിർച്വലായിട്ട് ഇത്രയും നല്ല ഭംഗിയിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരുക്കിയതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. ഏതായാലും ശരി, നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ പ്രവർത്തനം മുന്നോട്ട് പോകട്ടെ. ഇതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ശ്രീമതി വിശാലാക്ഷി ടീച്ചറെ DCG ക്ഷണിച്ചോളൂ. കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ബഹുമാന്യനായ DO സാർ, അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ശ്രീധന്യ മാഡം, ഇതിൻ്റെ പ്രവർത്തനവുമായി എല്ലാ സഹകരിച്ച് നിൽക്കുന്ന മറ്റു പ്രവർത്തകരെ, എല്ലാറ്റിനും ഉപരി നമ്മുടെ ഈ ജോട്ടാ ജൂട്ടി 2006 മുതൽ അതിനിടയ്ക്ക് ഒരു ചെറിയൊരു ഇടവേള ഉണ്ടായെങ്കിലും എല്ലാ പരിപാടികളും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ അശോക് സാമുൽ സാർ, സെക്രട്ടറി ബിജു സാർ, മറ്റ് സഹപ്രവർത്തകരെ, ഏതൊരു പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ പ്രതിസന്ധിയെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് കോഴിക്കോട് ജില്ല എപ്പോഴും പ്രവർത്തിക്കുന്നത്. ഈ കോവിഡ് വന്നു, അതിന്റെ ആ ലോക്ക്ഡൗൺ സമയത്ത് പോലും നമ്മൾ ഒരിക്കലും ഒട്ടും പിന്നോക്കം നിൽക്കാതെ മുന്നോട്ട് എല്ലാ പ്രവർത്തനങ്ങളുമായി പോയിട്ടുണ്ട്. അതിന് DOCS, അതുപോലെ തന്നെ ബിജു സാറ്, അശോകൻ സാറ്, എല്ലാം വേണ്ട നമ്മുടെ ജില്ലയുടെ എല്ലാ പ്രവർത്തകരും ഒന്നിനൊന്ന് ഒത്തുചേർന്നു എന്നുള്ളതിന് തെളിവാണ്. ഏതായാലും
ഏതൊരു പ്രതിസന്ധിയിലും നമ്മൾ അതല്ലെങ്കിൽ മറ്റു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ ജോട്ടാ ജോട്ടി പരിപാടി. ലോകമെമ്പാടുമുള്ള സ്കൗട്ടുകളും ഗൈഡുകളുമായി സംവദിക്കുന്നതിനും അവരുമായിട്ട് സ്നേഹിതരാകുന്നതിനും മറ്റും അവരുടെ പ്രവർത്തനങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്ന ഈ അവസരത്തില് എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു. നമസ്കാരം. കേട്ടു ടീച്ചറെ. താങ്ക് യു. വസന്തമാഷ് കേൾക്കുന്നില്ലേ? സാറേ ഇപ്പൊ മ്യൂട്ടായി കിടന്നിട്ട് കേൾക്കുന്നുണ്ട്, തിരിച്ചിങ്ങോട്ട് കേൾക്കുന്നില്ല. അതാണ് അശോക് സാറേ, അടുത്ത് നമുക്ക് പിന്നെ വേറെ ആരെ വിളിക്കാനുള്ളേ? ഇനി വേറെ ആരും വിളിക്കാനില്ല. നമുക്ക് നന്ദിയോടുകൂടി പരിപാടി അവസാനിപ്പിക്കാം. ഓക്കെ. വസന്തമാഷേ സാന്നിധ്യത്തില് ഷീന ടീച്ചറെ നന്ദി പ്രകടനത്തിനായിട്ട് ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് കളക്ടർ ശ്രീധന്യ സുരേഷ്, ഡിഒ ശ്രീ പ്രദീപ് സർ, അസിസ്റ്റന്റ് സ്റ്റേറ്റ് കമ്മീഷണർ ശ്രീ എം രാമചന്ദ്രൻ സർ, സീനിയർ ഹാം ശ്രീ എം സനിൽദീപ് സർ, ഡിസ്ട്രിക്ട് സെക്രട്ടറി ബിജു സർ, ഡിസ്ട്രിക്ട് ജോട്ട ജോട്ടി കോർഡിനേറ്റർ ശ്രീ അശോക് സാമുൽ സർ, ഡിസ്ട്രിക്ട് കമ്മീഷണർ സ്കൗട്ട് വസന്തൻ സർ, ഡിസ്ട്രിക്ട് കമ്മീഷണർ ഗൈഡ്സ് വിശാലാക്ഷി ടീച്ചർ, ഹാം റേഡിയോ ഓഫീഷ്യൽസ്, ഏവർക്കും എന്റെ വിനീതമായ കുപ്പുകൈ. ഹാം റേഡിയോ വഴി പല രാജ്യങ്ങളും ദേശങ്ങളുമായി പരസ്പരം ആശയം കൈമാറാമെന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഈ പാൻഡമിക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ഇതിൽ പങ്കാളികളാകാൻ സാധിച്ചു. 16-ാം തീയതി മുതൽ 18-ാം തീയതി വരെയാണ് ഈ ജോട്ടാ ജോട്ടി നടക്കുന്നത്. അത് വിജയകരമായി നടക്കട്ടെ എന്ന് എല്ലാം ആശംസിക്കുകയും ചെയ്യുന്നു. ഇനി ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് കളക്ടർ മിസ് ശ്രീധന്യ സുരേഷിന് എന്റെ പേരിലും ഇവിടെയുള്ള എല്ലാവരുടെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ ചടങ്ങിന് അധ്യക്ഷം വഹിച്ച നമ്മുടെ ഡിഒ സാർ പ്രദീപ് സാറിന് എല്ലാവരുടെയും പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇവിടെ ആശംസ പ്രസംഗം നടത്തിയ അസിസ്റ്റന്റ് സ്റ്റേറ്റ് കമ്മീഷണർ ശ്രീ രാമചന്ദ്രൻ സാറിനും സീനിയർ ഹാം ശ്രീ എം സനിൽദീപ് സാറിനും അതുപോലെ ഡിസ്ട്രിക്ട് കമ്മീഷണർ സ്കൗട്ട് വസന്തൻ സാറിനും ഡിസ്ട്രിക്ട് കമ്മീഷണർ ഗൈഡ്സ് വിശാലാക്ഷി ടീച്ചർക്കും എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. ഡിസ്ട്രിക്ട് സെക്രട്ടറി ബിജു സാറിനും അതുപോലെ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ശ്രീ അശോക് സാമുൽ സാറിനും ഹാം റേഡിയോ ഓഫീഷ്യൽസിനും പ്രത്യേകം എല്ലാവരുടെയും പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇതിൽ പങ്കാളികളായ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അശോക് സാറേ, ഇനി ബാക്കിയുള്ള കാര്യങ്ങള് ഒന്ന് പറഞ്ഞേ. എന്നിട്ട് കാരണം യൂട്യൂബില് ഓൺലൈനിൽ ഉണ്ടാവുമല്ലോ കുട്ടികൾ, ഓക്കെ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഉദ്ഘാടന സമ്മേളനം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. രാത്രി നമ്മൾ കൃത്യം 8 മണിക്ക് 8 മണി മുതൽ 9 മണി വരെ വീണ്ടും നമ്മൾ ഒരു ഗൂഗിൾ മീറ്റ് സംഘടിപ്പിക്കുന്നുണ്ട്. ആ ഗൂഗിൾ മീറ്റിൽ ഏറ്റവും താല്പര്യമുള്ള ആളുകൾക്ക് ലോകത്തെ ജോട്ടയുമായി ബന്ധപ്പെടുത്തി ലോക സ്റ്റേഷനുകൾ എങ്ങനെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി സീനിയർ ഹാം VU3 വിസ്കി എക്കോ വിസ്കി ആദർശ് സാറിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരിക്കും. ആ ഡെമോൺസ്ട്രേഷന് വേണ്ടി നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. തുടർന്ന് ഇതുവരെ നിങ്ങൾ ജോട്ടിയിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം ജോട്ടയുടെ നമുക്ക് ഇന്ന് നമ്മളോട് കൂടെ പങ്കെടുത്തിട്ടുള്ള ഹാം റേഡിയോ ഓപ്പറേറ്റേഴ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് ജോട്ടയുമായി ബന്ധപ്പെട്ട ചില ചെറിയ ക്ലാസ്സുകളുടെ ഓഡിയോ ക്ലിപ്പിങ്സും വീഡിയോ ക്ലിപ്പിങ്സും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഇന്ന് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും 2020 ജോട്ടാ ജോട്ടി ആശംസകൾ നേരുന്നു. എല്ലാവരും തന്നെ ജോട്ടാ ജോട്ടി തീർച്ചയായും സന്തോഷത്തിൻ്റെ ദിനങ്ങളാക്കി മാറ്റുക. താങ്ക് യു. താങ്ക് യു സാർ.
നമുക്ക് പിരിയല്ലേ സാറേ എന്നാല്? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, പിരിയാം. താങ്ക് യു എവരി വൺ. താങ്ക് യു അക്ഷയ് സമ്മേളനം. താങ്ക് യു.